അപ്പോൾ വളരെ ചുരുക്കി പറയാൻ നമ്മളിപ്പോൾ ചെയ്യുന്ന ഡിഷിൻ്റെ പേരെന്ന് വെച്ചാൽ വെള്ളരി ചെമ്മീൻ എന്നാണ് ഇതിൻ്റെ വിഭവത്തിൻ്റെ പേര്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം ഈ പേര് അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ ചെമ്മീൻ നമ്മൾ എടുക്കണം. ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതല്ല, ഇടത്തരക്കാരായാണ് നമുക്ക് എപ്പോഴും താല്പര്യം. അതുകൊണ്ട് തന്നെ ഇടത്തരക്കാരാണ് നല്ലത്. ഇടത്തരക്കാരായ പ്രോൺസ് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വെയിൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, അതൊക്കെ അറിയാമല്ലോ. പിന്നെ ഉള്ളത് നമ്മുടെ കുക്കുംബർ സാലഡ് കുക്കുംബറാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ പീൽ ചെയ്തിട്ട് തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയതുണ്ട്. പിന്നെ എന്തിനും പോലെ ഉപ്പുണ്ട്, അതെ ഉപ്പുണ്ട്, ചോപ്ഡ് കൊറിയാണ്ടർ ലീഫ് ഉണ്ട്, ചോപ്ഡ് ഗ്രീൻ ചില്ലി ഉണ്ട്, കുരുമുളക് പൊടിച്ചതുണ്ട്, പിന്നെ ലൈം ജ്യൂസ്, അതായത് ലൈം പിഴിഞ്ഞ ലെമൺ ജ്യൂസ്, ഓക്കെ അത് വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇന്ത്യയിൽ ഒരു വിഭവത്തിനും ഒഴിച്ചുകൂടാനാകാത്ത സാധനമാണ് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലേ? ഇനി നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഓക്കെ, ഇത് നമുക്ക് മാരിനേഷൻ ചെയ്യാം. ശരി, ഇനിയാണ് എൻ്റെ രണ്ടാം ഘട്ടത്തിൽ. അപ്പോൾ ഒന്നാം ഘട്ടം നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനൊക്കെ ഒന്ന് പരിചയം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നത്. നമ്മൾ അതിനെ വളരെ ഹൈജീനിക് ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ അദ്ദേഹം ചെയ്യുകയാണ്. ഗ്രീൻ ചില്ലി നമ്മൾ അതിലേക്ക് ഇട്ടു. ഇതൊക്കെ എത്ര സ്പൂൺ അങ്ങനെ നമ്മളൊരു പരുവത്തിന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 3 പീസ് പ്രോൺസ്, അതായത് നമ്മളൊരു 3 ടീസ്പൂൺ ക്യൂക്കംബർ പേസ്റ്റ്, ഓക്കെ, 1 ടീസ്പൂൺ ചോപ്ഡ് ഗ്രീൻ ചില്ലി, ഓക്കെ, അതേപോലെ തന്നെ ഒരു ഏകദേശം 1 ടീസ്പൂൺ ചോപ്ഡ് കൊറിയാണ്ടർ ലീഫ്, മല്ലിയില, 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, ഓക്കെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചത്, എന്തിനും പോലെ ഉപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഇനി എനിക്ക് മനസ്സിലായി, ബാക്കി ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് മനസ്സിലായി. എവിടേക്കാണ്? ഇനി നമ്മൾ ആ പ്രോൺസ് എടുക്കും, ഇതിലോട്ട് മിക്സ് ചെയ്യും. ഓക്കെ, ഒരു 10 മിനിറ്റ് വെച്ചേക്കും. പഠിച്ചു. ഇപ്പൊ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കുന്നു. പിന്നെ നമ്മൾ സാധാരണ ഈ സാലഡും മറ്റു സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഈ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഫ്രൈയുടെ ഒക്കെ കൂടെ ഈ ലെമൺ വെക്കുന്നുണ്ടല്ലോ. ലെമൺ അതിന്റെ ലാസ്റ്റ് ഫൈനൽ നമ്മൾ എന്ത് ടേസ്റ്റിനെയും ഒരു അസിഡിക്, ഇത് ലെമൺ ബേസിക്കലി അസിട്രിക് ആസിഡ് ആണ്. അതെ, അപ്പൊ എന്ത് ഉള്ള നമ്മുടെ എല്ലാ ടേസ്റ്റിനെയും, അതായത് സോൾട്ട്, സവർ, ഷുഗർ എല്ലാത്തിനെയും കൂടെ ആ അസിഡിക് ടേസ്റ്റ് కొంచెం ബാലൻസ് ചെയ്യും കുറച്ച്. അതുകൊണ്ടാണ് కొంచెం ബാലൻസ് ചെയ്യും. എനിക്ക് ഞാൻ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞു. അങ്ങ് തമിഴ്നാട്ടിൽ കുറച്ചാളുണ്ടായിരുന്നല്ലേ? അപ്പൊ എന്തായാലും కొంచెం അഡ്ജസ്റ്റ്മെന്റ് ഇതിൽ വന്നിരിക്കും. എപ്പോഴും இருந்தாலும் பரவாயில்ல, നമ്മൾ കണ്ടിന്യൂ பண்ண போறோம். ഓക്കെ, ഓക്കെ. അപ്പൊ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലോ വെക്കുന്നതാണ് നല്ലതാണ്. ഫ്രീസർ വെച്ചിട്ട് ഞങ്ങൾ വേഗം വരുന്നു വെള്ളരി ചെമ്മീനുമായിട്ട്. തീ കൊടുത്തു കഴിഞ്ഞു. തീ ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് തീ കൊടുത്ത് ചൂടാവട്ടെ. ഈ പ്രോൺസിനെ നമുക്കൊന്ന് റാപ്പ് ചെയ്യണം ബനാന ലീഫിൽ. വാട്ടിയെടുത്താണ്. ജസ്റ്റ് എടുത്തതിന് ശേഷം വാല് നമ്മൾ പുറത്ത് നിർത്തിക്കൊണ്ട് മാക്സിമം നമ്മൾ ആ മസാലയും കൂടെ കുറച്ച് ചേർത്ത് വെച്ച് വേണം അത് റാപ്പ് ചെയ്യാൻ. അപ്പോൾ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് ആ മസാലയും കൂടെ ഇരുന്ന് ആ ഒരു ടേസ്റ്റ് അതിൽ കിട്ടും. അപ്പോൾ ഒരു വാഴയിലയുടെ ഒരു മണമൊക്കെ നമുക്ക് കിട്ടില്ല ബനാന ലീഫിന്റെ അല്ലേ? നമ്മുടെ ഫ്രൈങ് പാന് ചൂടായി കഴിഞ്ഞു. കുറച്ച് കോക്കനട്ട് ഓയിൽ, തേങ്ങ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ മലയാളികൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, എന്നാൽ അവർ ഒഴിച്ചു കൂട്ടുന്ന അല്ല ഒഴിച്ച് കുക്ക് ചെയ്യുന്ന. അപ്പോൾ ആ ഒരു ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ലൈറ്റായിട്ട് വളരെ നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് നമുക്ക് അതിലേക്ക്
കുരുമുളകിട്ട് ഇത്തിരി കറിവേപ്പിലകിട്ട് ഔവണ വയ്യോറിയോ വസുന്ധന വയ്യോ ഔവണ വയ്യാറിയോ അത്തന പപ്പാറിയോ ഔവണ വയ്യാറിയോ വസുന്ധന വയ്യോ. ഇത് എങ്ങനെയാണ് ഷെഫിന് ഇത് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്തപ്പെട്ടത്? മീൻസ് ഇങ്ങനെ വെള്ളരിക്ക ഇപ്പൊ നമ്മുടെ ഷോ വെള്ളരിക്ക പട്ടണം. അതെ, വെള്ളരിക്ക പട്ടണത്തിന്റെ അല്ലെങ്കിൽ ക്വിക്കിംബർ സെറ്റിന്റെ ആദ്യ എപ്പിസോഡ് ആയത് കാരണം അത് ചെയ്യുമ്പോൾ അതിനുവേണ്ടിയുള്ള സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും വേണമെന്ന് മനസ്സിൽ കരുതി ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. എനിക്കുള്ള ധൈര്യം എന്താണ്, നമ്മൾ നിൽക്കുന്നത് ക്വിക്കിംബർ സിറ്റിയിലാണ്, എന്തും കാണിക്കാം, എന്തും ചെയ്യാം. പിന്നെ ഞാൻ ഇന്ന് അങ്ങക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. കേക്കണ്ട, താല്പര്യമില്ല. അല്ല ഞാൻ മിണ്ടൂല. അതൊന്നുമല്ല, ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോ അങ്ങത് ചെവിക്കൊണ്ടില്ല. ഞാൻ മിണ്ടൂല. ഞാൻ നാളെ പറയാം. അല്ല ഇപ്പൊ പറയാം. അല്ല എനിക്ക് തോന്നുന്നു ഈ അതായത് മനസ്സിലാക്കണ ഈ ഇത്തരം ഐറ്റങ്ങളൊക്കെ ഒരുപാട് വേഗേണ്ട കാര്യമില്ല. കാരണം അത് തീർച്ചയായിട്ടും ശരിയല്ലേ? ശരിയാണ്. പിന്നെ എവിടുന്ന് കിട്ടിയെന്നുള്ളത് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ നമ്മുടെ ആ ഒരു എപ്പോഴും അതൊരു നമ്മളൊന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. എപ്പോഴും ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഒന്ന് റൈറ്റിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും അപ്പൊ ഇത് മൂടി വെക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ നമുക്ക് മൂടി വെക്കാം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് കവർ ചെയ്ത് ചെറുതായിട്ട് നമുക്ക് ആക്ച്വലി ലോങ് ടൈം കുക്കിങ്ങിന്റെ ആവശ്യമില്ല. പ്രോൺസ് നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ ഈ പറഞ്ഞ മണം ഒരിക്കലും മൂടി വെക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് എപ്പോഴും പുറത്ത് വരും. നമ്മൾ ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇത് എടുക്കുന്ന കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ മനുഷ്യന് അതിന്റെ മേളിൽ നമ്മൾ കുറച്ച് ഒരു കഴിക്കുമ്പം എന്തെങ്കിലും രസം വേണ്ടേ? എന്തെങ്കിലും കടിച്ചും പറിച്ചും നമ്മൾ കുറച്ച് പപ്പടം ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് പേടിക്കേണ്ട കാര്യമില്ല. ഇത് പപ്പടം എടുത്തിട്ട് ഇങ്ങനെ 4, 5, 6 പീസൊക്കെ ആക്കിയിട്ട് പപ്പടം ഫ്രൈ ചെയ്ത് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതങ്ങനെ പറ്റില്ല. ഞാൻ ആ ടിപ്പ് പറഞ്ഞുതരാം. വേണ്ട, പപ്പടം ഫ്രൈ ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റില്ല. ക്വിക്കിംബർ നമുക്ക് എങ്ങനെയും നമുക്ക് കഴിക്കാം. പച്ചയായിട്ടും കഴിക്കാം, കുക്ക് ചെയ്തും കഴിക്കാം. അതാണ് ക്വിക്കിംബർ പ്രത്യേകത. അപ്പൊ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡിഷായ വെള്ളരിക്ക പട്ടണത്തിന്റെ ആദ്യത്തെ ഡിഷായ വെള്ളരി ചെമ്മീൻ വളരെ സന്തോഷപൂർവ്വം നമ്മൾ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. ഇനിയും താങ്കൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ വെള്ളരിക്ക എടുത്തിട്ട് നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയിൽ അടിച്ച് അതിനെ കുഴമ്പ് രൂപത്തിലാക്കുക. പിന്നെ ഗ്രിൽഡ് നമ്മുടെ ചോപ്ഡ് ഗ്രീൻ ചില്ലി, ചോപ്ഡ് മല്ലിയില, പിന്നെ ഉപ്പ്, നമ്മുടെ മറ്റേ എന്തിനും ഉപ്പ്, കുരുമുളക് പൊടിച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇങ്ങനെയുള്ള ഈ കൂട്ടിനോടൊപ്പം ഈ നമ്മുടെ ഒരു മീഡിയം പരുവത്തിലുള്ള ചെമ്മീൻ എടുത്ത് മിക്സ് ചെയ്ത് 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലോ മറ്റെന്തെങ്കിലും വെച്ചതിന് ശേഷം എടുത്ത് ഈ വാഴയിലയിൽ ഉണക്കിയ വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ച് എടുക്കാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നമ്മൾ ആദ്യം ഒരു സ്റ്റാർട്ടർ എന്ന നിലയിൽ പിന്നെ സാലഡിൽ ആരംഭിക്കുക. കഴിക്കട്ടെ. അടുത്തൊരു കാര്യമൊന്നുമില്ല. നമ്മളത് വെള്ളരിക്കാൻ കഴിച്ചത്. ഈ കഴിക്കുന്നത് പപ്പടമാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ. ഒരു പിടി കുരുമുളകിട്ട് ഇത്തിരി കറിവേപ്പിലകിട്ട് ഔവണ വയ്യോറിയോ വസുന്ധന വയ്യോ ഔവണ വയ്യാറിയോ അത്തന പപ്പാറിയോ ഔവണ വയ്യാറിയോ വസുന്ധന വയ്യോ ഊക്ക് വേറപ്പ പാസപ്പൻ മാവി കോവിൽ നാട് വാനം വായോ ഊക്ക് വേറപ്പ പാസപ്പൻ മാവി കോവിൽ നാട് വാനം വായോ. തുടക്കം ഗംഭീരം. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഗംഭീരമായിട്ട് പോകുന്ന ഉറപ്പുണ്ട്. അപ്പൊ എന്തായാലും വെള്ളരി ചെമ്മീൻ എന്ന വിഭവം ഞങ്ങൾക്കായി സമ്മാനിച്ച സോജി ഷെഫിനോട് ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ പങ്കുവെക്കുകയാണ് ഞങ്ങൾ. അങ്ങ് പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഇത്രയും നല്ലൊരു സംഭവം തീർച്ചയായിട്ടും അങ്ങേക്ക് എന്തെങ്കിലും ഞങ്ങൾ തരണമല്ലോ.
വേണം തീർച്ചയായിട്ടും. വെറും കാര്യം ഇവിടെ ഇല്ല. വെറും കൈയോടെ അല്ല. എന്താണ് സംഭവം? ഇത് അങ്ങേക്ക് മാത്രം സംഭവം. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പൊട്ടിച്ച് നോക്കിക്കോളൂ. പൊട്ടുന്ന സാധനം ഇത് റാപ്പ് പൊട്ടിക്കാൻ പറ്റിയതാണ്. പൊട്ടിക്കാല്ലേ? തീർച്ചയായിട്ടും പൊട്ടിക്കും ഞാൻ. പൊട്ടിക്കണം. കണ്ണടച്ചോളൂ കണ്ണടയ്ക്ക്. ഇനി തുറന്നോളൂ. ഒരു കാര്യമില്ല, വെറുതെ. എന്താണിത് നോക്കൂ. തറ വീഴുന്നത് പൊട്ടിപ്പോകും. ഇത് നമ്മളുടെ ഇമാജിൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? വളരെ ഗംഭീരമായ സമ്മാനം. തീർച്ചയായിട്ടും കുക്കുംബർ ടൗണിൽ നിന്ന് വരുമ്പോ കുക്കുംബർ എല്ലാം എന്താണ് വിതരേണ്ടത്? ഒരുപാട് സന്തോഷമായി. അപ്പോൾ നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാം ഉണ്ട്. ഇത് നമുക്ക് അടുത്ത ഒരു വിഭവമായിട്ട് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും എന്ന പ്രതീക്ഷയോടെ തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, വളരെ തിരക്ക് പിടിച്ച സമയത്തും ശ്രീ സോജു ഷെഫ് ഞങ്ങൾ ഈ ക്ലബ് മഹേന്ദ്രയിൽ എത്തുമ്പോൾ ഞങ്ങളുടെ ഈ കുസൃതിക്കും കൂട്ടുനിന്ന് ഞങ്ങൾക്ക് വളരെ രുചിയുള്ള ഗുണമുള്ള ഈ വിഭവം സമ്മാനിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഈ വിഭവം ഞങ്ങളുടെ പേരുമായിട്ട് വളരെ സാമ്യമുള്ളത് കൊണ്ട് തന്നെ അങ്ങയോട് ഒരുപാട് നന്ദിയുണ്ട്. വെള്ളരി ചെമ്മീൻ സമ്മാനിച്ച അങ്ങയ്ക്ക് ഒരു വെള്ളരിക്ക് തന്നുകൊണ്ട് തൽക്കാലം ഞാൻ യാത്ര പറയുകയാണ്. നാളെ പുതിയൊരു വിഭവമായി വീണ്ടും കാണാം, രാത്രി 8 മണിക്ക്. ഒരു പിടി കുരുമുളകിട്ട് ഇത്തിരി കറിവേപ്പില കിട്ട് ഔവണ വയ്യോറിഞ്ഞോ അസുന്ദര വയ്യോ ഔവണ വയ്യാറിഞ്ഞോ തണപപ്പാറിയോ ഔവണ വയ്യാറിഞ്ഞോ അസുന്ദര വയ്യോ കുക്കുംബർ സിറ്റി I love it.